24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും UDFനെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയ അൻവർ DCC പ്രസിഡന്റ് VS ജോയിയെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മുന്നണിയും ചേർന്ന് തീരുമാനിക്കുമെന്നായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. PV അൻവർ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്ന് CPIM പ്രതികരിച്ചു. നിയമസഭാ മന്ദിരത്തിൽ നേരിട്ടെത്തിയാണ് സ്പീക്കർ AN ഷംസീറിന് PV അൻവർ രാജിക്കത്ത് കൈമാറിയത്. തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തിന് മുന്നോടിയായി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് PV അൻവർ. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. മലയോര ജനതയുടെ പ്രതിനിധിയായി VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDFനോട് അൻവർ. ആര്യാടൻ ഷൗക്കത്തിന് പരിഹാസം. ആര്യാടന്റെ മകനാ മുരളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്ന കേട്ടു. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ആളുകൾക്ക് തന്നെ അറിയാമെന്നായിരുന്നു പരിഹാസത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. CPIMനും സർക്കാരിനുമെതിരെ PV അൻവർ ഉയർത്തിയ നിലപാടുകളോട് യോജിക്കുന്നെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മുന്നണിയും തീരുമാനിച്ചോളാമെന്ന് മറുപടി. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ, അത് കോൺഗ്രസ് തീരുമാനിച്ചോളാം അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്. PV അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല, ഇപ്പോൾ തുറന്നിട്ടുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം PV അൻവറിനെ അവഗണിക്കുമെന്ന സൂചനയാണ് CPIM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായത്. അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒന്നുമില്ല. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. രാജിക്ക് പിന്നാലെ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനറായി മമതാ ബാനർജി നിയമിച്ചു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചത് എന്ന വെളിപ്പെടുത്തലുമായി PV അൻവർ. ആരോപണത്തിൽ VD സതീശനോട് PV അൻവർ മാപ്പ് ചോദിച്ചു. മാപ്പപേക്ഷ സ്വീകരിക്കുന്നുവെന്നാണ് VD സതീശന്റെ പ്രതികരണം. ആരോപണം തള്ളിയ P ശശി PV അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. കോൺഗ്രസ് അൻവറിനെതിരല്ല എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. MLA സ്ഥാനത്ത് നിന്നുള്ള രാജി തീരുമാനം PV അൻവറിന്റേത്. UDF പ്രവേശം ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള തീരുമാനമാണ്. ഓരോരോ ആളുകൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അൻവറിൻ്റെ സ്വന്തം മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. അത് അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ പലതും പറയേണ്ടി വരും. UDFിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് കോൺഗ്രസ് ആണ് പാർട്ടി. കോൺഗ്രസിന്റെ അകത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ചർച്ചയില്ലാതെ തീരുമാനമെടുക്കുന്ന വിഷയമേ ഇല്ല. മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജി. കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിന് പിന്നാലെ നിയമന ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. ബീഹാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു K വിനോദ് ചന്ദ്രൻ. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയമാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്തത്. 2011 മുതൽ 2023 വരെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. 2023 പട്ന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി നിയമിതനായി. നോർത്ത് പറവൂർ സ്വദേശിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ കൂടി നോക്കാം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മാളയിൽ മധ്യവയസ്കനെ അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിയെ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. തോമസ് ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതി പ്രമോദിനെ പോലീസ് വളഞ്ഞു പിടികൂടുന്നതാണ്
ദൃശ്യത്തിലുള്ളത്. മാള വലിയപറമ്പ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ പ്രതി ശ്രമിക്കുന്നതിനിടയിലായിരുന്നു പോലീസിന്റെ നീക്കം. സൂരജ് സജ്ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്? സൂരജ്, ഇന്ന് വൈകുന്നേരം 5:30-ക്കാണ് നാടിനെ നടുക്കുന്ന കൊലപാതകം ഉണ്ടാകുന്നത്. തോമസ് ആന്റണിയെ പ്രമോദ് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. പലക കൊണ്ട് പലതവണ അടിച്ച് 2 കാലുകൾ തല്ലിയൊടിച്ചു, ഒരു കൈ ഒടിച്ചു. അതിനു പുറമെ കോൺക്രീറ്റ് കട്ട ശരീരത്തിലിട്ടായിരുന്നു തോമസ് ആന്റണിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പിന്നീട് പ്രമോദ് ഒളിവിൽ പോവുകയും ചെയ്തു. രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രമോദ് ഈ കൊലപാതകം നടത്തി പിന്നീട് ഈ വലിയ പറമ്പ് ജംഗ്ഷനിലെത്തി ഓട്ടോറിക്ഷയിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പ്രമോദിനെ വളഞ്ഞു പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് പ്രമോദ്. അതോടൊപ്പം തന്നെ കൊലപാതക വധശ്രമ കേസിലും പ്രതിയായിരുന്നു. ഏറെക്കാലം തടവിലായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ തോമസ് ആന്റണിയെ കൊലപ്പെടുത്തുന്നതും പിന്നീട് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നത്. എന്തായാലും പ്രതിയെ പോലീസ് പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. TK, പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിക്കെതിരായ ലൈംഗിക പീഡനത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 43ആയി. ഇന്ന് മാത്രം 15 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കേസ് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 18-കാരിയുടെ മൊഴിയിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 58 പേരെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു. ഇതിൽ ചിലർ വിദേശത്താണ്. ആകെ 29 FIR ആണ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി രേഖപ്പെടുത്തിയത്. മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിട്ടുള്ള പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പെൺകുട്ടിയെ 4 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന് FIR-ലുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധു ഇവിടെ ചികിത്സ തേടിയിരുന്നു. ഇവരെ കാണാനെന്ന വ്യാജേന പെൺകുട്ടിയെ എത്തിച്ച് ശുചിമുറിയിൽ വെച്ചായിരുന്നു പീഡനം. അന്വേഷണം CBI-യെ ഏൽപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ആയിരുന്നാലും ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി CBI അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 പത്തനംതിട്ട. തൊഴിൽ തട്ടിപ്പിനിരയായ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് യുദ്ധത്തിൽ ദാരുണാന്ത്യം. തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് ഏറ്റുമുട്ടലിനിടെ മരിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ കുര്യൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ബിനിലിന്റെയും ജെയിനിന്റെയും മോചനത്തിനായി കുടുംബങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. നിസ്സഹായാവസ്ഥ 24 പുറത്തു കൊണ്ടുവന്നതോടെ മലയാളി യുവാക്കളുടെ ദുരിതം പുറംലോകമറിഞ്ഞു. ഓർത്തഡോക്സ് സഭാധ്യക്ഷനും വിഷയത്തിലിടപെട്ടു. എന്നാൽ അവസാന പ്രതീക്ഷയും ബാക്കിയാക്കിയാണ് ബിനിലിന്റെ മരണവിവരം ഇന്ന് പുറത്തുവന്നത്. ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പരിക്കേറ്റ ജെയിൻ കുര്യനാണ് ബിനിലിന്റെ മരണവിവരം ബന്ധുക്കളിൽ ചിലരെ അറിയിച്ചത്. എന്നാൽ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ജെയിനെ മോസ്കോയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ ബിനിലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ദിവസങ്ങളായി ബുദ്ധിമുട്ടിയ ബന്ധുക്കൾ പരാതിയുമായി വീണ്ടും ജനപ്രതിനിധികളെയും സർക്കാരിനെയും സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് മരണവിവരം ഇന്ന് ഉച്ചയോടെ ഔദ്യോഗികമായി ഇന്ത്യൻ എംബസി കുടുംബത്തെ അറിയിച്ചത്. 24 തൃശൂർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി തൽക്കാലം തുറക്കില്ല. കല്ലറ തുറക്കുന്നതിൽ തീരുമാനം നാളെയെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പൊളിക്കാതിരുന്നതെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. കല്ലറ പൊളിക്കാൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥർ എത്തിയത് നാടകീയ സംഭവങ്ങൾക്കാണ് ഇടയാക്കിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവുമായി കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും രാവിലെ സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ. പ്രതിഷേധവുമായി ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും രംഗത്ത്. കുടുംബത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ നിലപാടെടുക്കാവൂ എന്ന് കുടുംബത്തിന്റെ അഭിഭാഷകരും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ആവശ്യപ്പെട്ടു. ഇതോടെ കല്ലറ തുറക്കണമെന്നും വേണ്ടെന്നും പറയുന്നവർ തമ്മിൽ തർക്കമായി. ക്രമസമാധാന പ്രശ്നമായി മാറിയതോടെ നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചു. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ബന്ധുക്കൾ പറയുന്നതാണോ പരാതിയിൽ പറയുന്നതാണോ ശരിയെന്ന അന്വേഷണമാണ് നടക്കുന്നതെന്ന് ജില്ലാ ഭരണകൂടം ബന്ധുക്കളെ അറിയിച്ചു. പൂജയൊക്കെയായി നടന്ന ഗോപൻ സ്വാമി ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടെന്ന് നാട്ടുകാരറിയുന്നത് ഈ പോസ്റ്ററിലൂടെയാണ്.
വിശ്വാസമോ ആചാരമോ എന്തു തന്നെയായാലും മരിച്ച ഒരാളെ ആരുമറിയാതെ സമാധി ഇരുത്തിയു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സംശയങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. അത് നിയമപരമായി തന്നെ ദൂരീകരിക്കപ്പെടണം. ആറാലുമുട്ടിൽ നിന്നും ജിനുവിനുമൊപ്പം അജീഷ് ജയകുമാർ, 24. മുസ്ലിം ലീഗ് ബന്ധത്തെ ചൊല്ലി സമസ്തയ്ക്കകത്തെ തർക്കത്തിൽ താൽക്കാലിക പരിഹാരം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ നിലപാടുള്ള നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട് സാദിഖ് അലി തങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ പറഞ്ഞു. ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി തുടങ്ങി സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയിലെ നേതാക്കളാണ് ഉച്ചയോടെ പാണക്കാടെത്തിയത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. ആശയവിനിമയത്തിലെ പിഴവുകൾ തെറ്റിദ്ധാരണകൾക്കിടയാക്കിയെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തോന്നി. ഇതിൻ്റെ നിജസ്ഥിതി തങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാവാത്തതുകൊണ്ട് വലിയ പ്രയാസവും സങ്കടവും ഞങ്ങൾക്കുണ്ടായിരുന്നു. നേർക്കുനേരെ ഈ കാര്യങ്ങൾക്ക് വിശദമായി ബോധ്യപ്പെടുത്തി തങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചപ്പോൾ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. ആ നിലയിൽ ഞങ്ങൾ സസന്തോഷം ഇന്ന് പിരിഞ്ഞു. താൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും ഉമർ ഫൈസി മുക്കം. ഇനിയും ചർച്ചകൾ തുടരുമെന്ന് നേതാക്കൾ. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് നടത്തിയ പരാമർശത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനവുമായി എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ഞുരുക്കത്തിനുള്ള ചർച്ചകൾ. 24 മലപ്പുറം. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥിനികളിൽ 2 പേർ മരിച്ചു. പട്ടിക്കാട് സ്വദേശികളായ അലീന, ആൻഗ്രേസ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിൽ തുടരുന്ന 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പട്ടിക്കാട് സ്വദേശി ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ചികിത്സയിലിരിക്കെ മരിച്ചത് ഇന്ന് പുലർച്ചെ. ഉച്ചയ്ക്ക് 1:33 ആൻഗ്രേസും മരണത്തിന് കീഴടങ്ങി. വെള്ളത്തിൽ വീണ് പരിക്കേറ്റ മറ്റു 2 കുട്ടികളുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ചാണ് ചികിത്സ തുടരുന്നത്. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള അയറിൻ, പീച്ചി സ്വദേശി 12 വയസ്സുള്ള നിമ എന്നിവരാണ് ചികിത്സയിൽ തുടരുന്നത്. നമുക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിട്ടിക്കൽ കെയറിൽ പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട ICUവിൽ തന്നെ പൂർണ്ണസമയം വെന്റിലേറ്ററിൽ ആണെന്നുള്ളത് കൊണ്ട് പൂർണ്ണസമയ സുരക്ഷയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പീച്ചി ഡാം സന്ദർശിക്കാനെത്തിയപ്പോഴാണ് 4-അംഗ സംഘത്തിലെ ഒരാൾ റിസർവോയറിൽ വീഴുന്നത്. കാൽവഴുതി വീണയാളെ രക്ഷിക്കാൻ ശ്രമിച്ചതോടെ മറ്റു 3 പേരും മുങ്ങിത്താഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട പീച്ചി സ്വദേശി നിമയുടെ സഹോദരി ഹിമയുടെ സുഹൃത്തുക്കളാണ് ആൻഗ്രേസും അയറിനും അലീനയും. 24 തൃശൂർ. 2ാം ദിവസവും ഫലം കാണാതെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവാ ദൗത്യം. ഇന്ന് പുലർച്ചെ ഒരാടിനെ കൂടി കടുവ പിടികൂടി. ഇന്ന് രാത്രിയും പെട്രോളിംഗും ആകാശ നിരീക്ഷണവും വനംവകുപ്പ് തുടരും. വനംവകുപ്പിന്റെ പെട്രോളിംഗ്, ഡ്രോൺ നിരീക്ഷണം, കുങ്കിയാനകൾ എല്ലാം സജ്ജം. ഇതിനിടയിൽ വീണ്ടും പുലർച്ചെ കടുവയെത്തി. അമരക്കുനിയുടെ 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള ദേവർഗദ്ദ തുപ്ര റോഡിൽ കേശവന്റെ കറവയുള്ള ആടായിരുന്നു ഇര. കടുവയെ നേരിട്ട് കണ്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല കേശവനും ഭാര്യ സുലോചനയ്ക്കും. കിടന്നുമ്പോൾ ശബ്ദം കേട്ടു, പൊട്ടപ്പൊട്ടോന്ന് ശബ്ദം കേട്ടു. അത് പെണ്ണുങ്ങൾ പറഞ്ഞു അത് കടുവ വന്നിട്ട് തോന്നുന്നു ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ചാടി ഇറങ്ങി. ചാടി നമ്മൾ ഇവിടെ എത്തി. കടുവ ആടിനെ പിടിച്ചു. അവിടെ നിന്ന് പിടിച്ചിട്ട് അല്ല ചേട്ടനെ അല്ലെങ്കിൽ ഇത് കടുവയുടെ പുറകെ ഓടിപ്പോയി എന്താക്കുമെന്ന് ഓർത്ത് ഞാൻ ഓടി ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നു മാവിൻ്റെ അവിടുന്ന്. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം ഉടനെത്തി കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. കൂടിന്റെ തൊട്ടടുത്ത് വരെ കടുവയെത്തി. കടുവ കേബിളിൽ തട്ടിയതോടെ കൂട് അടഞ്ഞു. പകൽ സമയത്ത് ഇത് ടോട്ടലി ഇനാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും ഇന്ന് പുലർച്ചെ, അതായത് വെളുപ്പാവുന്നതിന് മുമ്പ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ടൈഗർ ഈ 2 കിലോമീറ്റർ ചുറ്റുപ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ തീർച്ചപ്പെടുത്താൻ കഴിയും. ദൗത്യം തുടരുന്നതിനാൽ ഇന്ന് അമരക്കുനി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 വയനാട്. നടി ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ കോടതി കേസ് ഈ മാസം 27ലേക്ക് മാറ്റി. UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. ഈ മാസം 15-ന് നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിയത്. തീരുമാനം മകരസംക്രാന്തി, പൊങ്കൽ ഉത്സവങ്ങൾ കണക്കിലെടുത്ത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.
ജമ്മുകശ്മീരിലെ ശ്രീനഗറിനെ സോനാമാർഗുമായി ബന്ധിപ്പിക്കുന്ന നിർണായകമായ ഇസെറ്റ് മോർ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഗന്ദർബാൽ ജില്ലയിലെ ഗംഗാഗീറിനും സോനാമാർഗിനും ഇടയിൽ നിർമ്മിച്ച തുരങ്കത്തിന് 6.5 കിലോമീറ്റർ നീളമുണ്ട്. റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക്. ഈ മാസം 27 മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിന് ആഹ്വാനം നൽകിയത് റേഷൻ വ്യാപാരി സംയുക്ത സമിതി. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ കാട്ടിൽ വിട്ട കുട്ടിയാനയ്ക്ക് അമ്മയാനയെ കണ്ടെത്താനായില്ല. വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ RRT സംഘം പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റി. ഗസയിൽ വെടിനിർത്തലിന് നിർണായക നീക്കങ്ങൾ. കരട് രേഖ ഖത്തർ ഇസ്രയേലിനും ഹമാസിനും കൈമാറി. ബന്ദികളെ കൈമാറുന്നതിലും സേനാ പിന്മാറ്റത്തിനും നിർദ്ദേശം. യുദ്ധഭൂമിയിൽ അന്താരാഷ്ട്ര സഹായം എത്തിക്കണമെന്നും നിർദ്ദേശം. ലോക യുവജന ദിനത്തിന്റെ ഭാഗമായി ശാന്തിഗിരി ഫെസ്റ്റിവൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. പരിപാടി ദിവ്യ SIR IAS ഉദ്ഘാടനം ചെയ്തു. സമാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫെസ്റ്റിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. ലോക യുവജന ദിനത്തിൽ ശാന്തിഗിരി ആശ്രമത്തിൽ സംഘടിപ്പിച്ച യുവജന സംഗമം ദിവ്യ SIR ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് ദിവ്യ SIR കേൾക്കാനെത്തിയത്. യുവതയുടെ ഊർജം എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒപ്പിയെടുക്കേണ്ടത് എന്നുള്ളതിനെ മാതൃകാപരമായി മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഈ യുവജന ദിനത്തിൽ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ഡോക്ടർ GR കിരൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്വാമി ജ്ഞാനദത്തൻ ജ്ഞാനതപസ്വി, സ്വാമി ചിത്തശുദ്ധൻ ജ്ഞാനതപസ്വി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സമാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. ഫെസ്റ്റ് അവസാനിക്കുന്ന ജനുവരി 19 വരെ കുട്ടികൾക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ റീസർവേയിൽ കൂടുതൽ ഭൂമി കണ്ടെത്തിയവർക്ക് അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും കരം സ്വീകരിക്കുക. കരമടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീതിൽ സർക്കാരിന്റെ ധനപരമായ ക്രമീകരണം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. 24 ഇംപാക്ട്. റീസർവേയിൽ കൂടുതൽ ഭൂമി കണ്ടെത്തിയവർക്ക് അധിക ഭൂമിക്ക് കരമടയ്ക്കാൻ അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ച വിവരം 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. വ്യവസ്ഥകൾക്ക് വിധേയമായി കരമടയ്ക്കാൻ അനുമതി നൽകിക്കൊണ്ട് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഉത്തരവിറക്കി. റീസർവേയിൽ അധികമായി ലഭിച്ച ഭൂമിക്ക് കരം സ്വീകരിക്കുമ്പോൾ നൽകുന്ന രസീതിൽ സർക്കാരിന്റെ ധനപരമായ ക്രമീകരണം എന്ന് രേഖപ്പെടുത്തും. കരച്ചിട്ട് പട്ടയം ലഭിക്കുന്നതിനും മറ്റുമുള്ള അവകാശരേഖയല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അധിക വിസ്തീർണം കണ്ടെത്തിയ ഭൂമിയുടെ വിൽപ്പനയിലും ചില വ്യവസ്ഥകൾ ബാധകമാകും. അധിക വിസ്തീർണം കണ്ടെത്തിയ ഭൂമിയുടെ സമീപത്തെ ഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞുവെന്ന പരാതി ഉണ്ടെങ്കിൽ അക്കാര്യം വിൽപ്പന രേഖകളിൽ രേഖപ്പെടുത്തും. ഭൂവിസ്തൃതി സംബന്ധിച്ച പരാതിയിൽ തീർപ്പാക്കുമ്പോൾ വിസ്തൃതിയിൽ മാറ്റം വരാമെന്ന കാര്യമാകും രേഖപ്പെടുത്തുക. എന്റെ ഭൂമി പോർട്ടൽ വഴി ഭൂമി വിൽപ്പന നടത്തുമ്പോൾ തയ്യാറാക്കുന്ന പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിലാകും ഇക്കാര്യം ഉണ്ടാവുക. റീസർവേ നടപടികൾ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂ ഉടമകൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് റവന്യൂ വകുപ്പിന്റെ ഈ തീരുമാനം. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം CPIM മുതിർന്ന നേതാവ് G. സുധാകരൻ ഒഴിവായി. എത്തുമെന്നറിയിച്ചെങ്കിലും പരിപാടിക്ക് മുമ്പ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ പറഞ്ഞു. സ്വന്തം പാർട്ടിയുടെ പരിപാടികൾ G. സുധാകരനെ വിളിക്കാറില്ലെന്നും മറ്റുള്ളവർ വിളിച്ചാൽ പോകാൻ അനുവദിക്കില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ നിന്നാണ് G. സുധാകരൻ വിട്ടുനിന്നത്. ഭരണഘടനയും ന്യൂനപക്ഷാവകാശങ്ങളും എന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള സെമിനാറിലേക്കാണ് G. സുധാകരനെ ക്ഷണിച്ചിരുന്നത്. എത്തുമെന്ന് ഉറപ്പു നൽകിയതോടെ നോട്ടീസിൽ പേരും ചിത്രവും ഉൾപ്പെടുത്തി. രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടകൻ. എന്നാൽ പരിപാടികൾക്ക് കൃത്യസമയം പാലിക്കുന്ന G. സുധാകരൻ പറഞ്ഞ സമയം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞും എത്തിയില്ല. തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും G. സുധാകരൻ പ്രതികരിച്ചില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ. ഉദ്ഘാടകനായി എത്തിയ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചും G. സുധാകരനെ പ്രകീർത്തിച്ചും രംഗത്തെത്തി. വിലക്കൊന്നും കേട്ട് പിന്മാറുന്ന ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയുന്ന സ്വഭാവമുള്ള ശ്രീ സുധാകരനെ അങ്ങനെ ആലപ്പുഴയുടെ പൊതുജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല എന്ന് തന്നെയാണ് ലീഗിനെ കടന്നാക്രമിക്കുന്നു, ലീഗിനെതിരായ നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ്. CPIM പ്രതിനിധിയായാണ് G. സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. CPI പ്രതിനിധിയായി G. കൃഷ്ണപ്രസാദ് പങ്കെടുത്തു. നേരത്തെ ലീഗ് മുഖപത്രം ചന്ദ്രിയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ അവസാന നിമിഷം G. സുധാകരൻ പിന്മാറിയിരുന്നു. 24 ആലപ്പുഴ.
വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ആവശ്യമെങ്കിൽ NM വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ബ്രഹ്മഗിരി ഇടപാടിലെ 400 കോടി രൂപയുടെ ബാധ്യത ആദ്യം MV ഗോവിന്ദൻ ഏറ്റെടുക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയില്ലെന്ന പരാതി വ്യാപകമായിരുന്നു. വിഷയമേറ്റെടുത്ത് CPIM കോൺഗ്രസിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. മരണത്തിന് ശേഷവും കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ ആക്രമിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ഞങ്ങൾ ഇതിൽ കാണുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കുടുംബത്തെ സംരക്ഷിക്കണം. ഞങ്ങൾ സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്ന അവസ്ഥ വന്നാൽ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. രാവിലെ MV ഗോവിന്ദന്റെ സന്ദർശനത്തിന് ശേഷം ഉച്ചയോടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുടുംബാംഗങ്ങളെ കണ്ടത്. ബ്രഹ്മഗിരി ഇടപാട് ചൂണ്ടിക്കാട്ടിയായിരുന്നു MV ഗോവിന്ദന് VD സതീശന്റെ മറുപടി. 400 കോടി വയനാട്ടിലെ ആളുകളെ പറ്റിച്ച് ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ വലിയ അപകടത്തിൽ നിൽക്കുന്ന വീടുകളിൽ പോയി അതിൻ്റെ ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കുക. ഈ 400 കോടിയുടെ ബാധ്യത CPM ഏറ്റെടുക്കുക. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമോ എന്ന് പറയാൻ താൻ KPCC പ്രസിഡന്റ് അല്ലെന്നും VD സതീശൻ. NM വിജയന്റെ മരണത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർ ഇതുവരെ ജില്ലയിൽ തിരിച്ചെത്തിയിട്ടില്ല. 24 വയനാട്. ആത്മഹത്യ ചെയ്ത NM വിജയന്റെ വീട്ടിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സന്ദർശനത്തെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. തലവെട്ടിക്കൊണ്ടുപോകുന്നവരാണ് സന്ദർശിച്ചത്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. തലയെടുത്ത് വെട്ടിക്കൊണ്ടുപോകുന്ന ആളുകളാണ് ഇന്ന് അവിടെ പോയെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു പരിഹാസമുണ്ട്. ആരാ അദ്ദേഹം പോയിരിക്കുന്ന മനുഷ്യനാരാ? എത്രയോ ആളുകളുടെ ശരീരവും അവയവവും വെട്ടിയും കുത്തിയും മുറിച്ചും കളഞ്ഞ് എന്നിട്ട് എത്രയോ ആളുകളുടെ ജീവിതം തൊലച്ച പാർട്ടി നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാൻ പോയത്. ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ഞങ്ങൾ 100% ഞങ്ങൾ സംരക്ഷിക്കും. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. അത് ഞാൻ തീരുമാനിക്കേണ്ടതല്ല, അത് അവിടുത്തെ DCC തീരുമാനിക്കേണ്ടതല്ല, അത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. അത് വിഷയം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. വാർത്തകളിലേക്ക് വീണ്ടും. ഏകീകൃത കുർബാനയെ ചൊല്ലി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ പ്രതിഷേധത്തിന് താൽക്കാലിക പരിഹാരം. മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി 21 വൈദികർ നടത്തിയ ചർച്ചയിലാണ് സമവായ സാധ്യത തെളിഞ്ഞത്. ഇതോടെ ബസലിക്കയിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് 21 വൈദികരും മടങ്ങി. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിന്റെ സമവായ സാധ്യതകളാണ് ഇന്നലെ ബിഷപ്പ് ഹൌസിൽ നടത്തിയ ചർച്ചയുടെ തുടക്കം. പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം നടത്തിയ 21 വൈദികരുമായി മാർ ജോസഫ് പാംപ്ലാനി നേരിട്ടെത്തി ചർച്ച നടത്തി. കാനോനീയ സമിതികളും ഊരിയയും പുനഃസംഘടിപ്പിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് വൈദികർ സമരത്തിൽ നിന്ന് പിന്മാറിയത്. പ്രശ്നങ്ങൾ പഠിക്കാൻ 1 മാസം സമയം വേണമെന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ ആവശ്യം വൈദികരും അംഗീകരിച്ചു. പ്രശ്നപരിഹാരത്തിന്റെ പുതിയ തുടക്കം തന്നെയാണത്. സഭയെന്നും പ്രശ്നരഹിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഈ മാസം 20-ാം തീയതി അടുത്ത ഘട്ട ചർച്ച നടത്തും. ആർച്ച് ബിഷപ്പിന്റെ പ്രശ്നപരിഹാര നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് വൈദികർ. പരസ്പരമായ വിശ്വസ്തതയിൽ, പരസ്പര ധാരണയിൽ വളരെ ഗൗരവമായി ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് പരിഗണിച്ച് പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാനായിട്ട് ധാരണയായിട്ടുണ്ട്. അതേസമയം സഭാസംബന്ധിയായ വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ച നടന്നതെന്നും വൈദികർക്കെതിരെ കേസെടുത്ത വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. തൽക്കാലം പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാനാണ് അൽമായ മുന്നേറ്റത്തിന്റെയും അതിരൂപത സംരക്ഷണ സമിതിയുടെയും തീരുമാനം. ഈ മാസം 20-ന് വൈദികർ മാർ ജോസഫ് പാംപ്ലാനിയുമായി വീണ്ടും ചർച്ച നടത്തും. 24 കൊച്ചി. സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും തർക്കം രൂക്ഷം. നേതാക്കൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതോടെ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടേക്കും. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വം KPCCക്ക് നിർദ്ദേശം നൽകി. UDF അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള തർക്കമായിരുന്നു കോൺഗ്രസിലെ ആദ്യത്തെ പ്രശ്നം. വിഷയം വഷളാകുന്നതിന് മുൻപേ ഹൈക്കമാൻഡ് വടിയെടുത്തു. മുൻ മുഖ്യമന്ത്രി AK ആന്റണി പിന്നാലെ പരസ്യശാസനയുമായി രംഗത്തെത്തിയതോടെ ആ വിഷയം അവസാനിച്ചു. തൊട്ടു പിന്നാലെയാണ് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ വീണ്ടും തർക്കം തുടങ്ങുന്നത്. KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തതാണ് തുടക്കം. തൊട്ടു പിന്നാലെ നടന്ന UDF നേതൃയോഗത്തിൽ KPCC അധ്യക്ഷനും പങ്കെടുത്തില്ല. ഇതോടെ നേരത്തെ നിശ്ചയിച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗം
അവസാന നിമിഷം മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്കെത്തി. ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി അറിയിച്ചു. രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ചത് എന്തുകൊണ്ടെന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ് UDF കൺവീനർ MM ഹസൻ കൈയൊഴിഞ്ഞു. നേതാക്കൾക്ക് എപ്പോഴും തിരക്കാണ്. പക്ഷെ രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ച എന്താണെന്ന് എനിക്കറിയില്ല. അതും KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. അതിനിടെ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് KPCCക്ക് അന്ത്യശാസനം നൽകി. തർക്കം തുടർന്നാൽ വിഷയത്തിൽ AICC നേരിട്ടിടപെടും. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ട് അപ്പ് പൂർത്തിയാവുകയാണ്.